അറിയില്ല. ഫുഡിയാണോ? ഓ ഫുഡിന് ബില്ല് നോക്കാണ്ട് ഫുഡ് കഴിക്കണം. ബില്ല് നോക്കാണ്ട് ഫുഡ് കഴിക്കണം. റീസെന്റ് വന്ന 4 ജോലികളും അടുപ്പിച്ച് കിട്ടുക എന്ന് പറയുന്നതും ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. 4-5 വർഷം മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടും കിട്ടാണ്ട് ടീമേറ്റ്സിൽ വന്നപ്പോൾ കിട്ടിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. I hated every minute of training, but I said, don't quit, suffer now and live rest of your life as a champion. പ്രശസ്ത ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ വാക്കുകളാണിത്. സക്സസ് ഇസ് നോട്ട് ആക്സിഡൻറ്റ്. അത് ഒരു ആക്സിഡൻറ്റ് പോലെ സംഭവിക്കുന്ന ഒന്നല്ല. അതിന് കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ ഡിറ്റർമിനേഷനും നമുക്ക് ഉണ്ടായേ തീരൂ. 1 വർഷം മുമ്പ് ടീംമേറ്റ്സിലേക്ക് കടന്നു വരുന്നു. ബാങ്ക് ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിരുന്നു ആ വരവ്. ഏവരും സ്വപ്നം കാണുന്നത് പോലെ 1 വർഷം കൊണ്ട്, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതിന് മേലെ 1 വർഷത്തിനുള്ളിൽ 4 ബാങ്ക് ജോലി കരസ്ഥമാക്കിയ ടീംമേറ്റ്സിൻ്റെ സ്വന്തം അക്ഷരയാണ് നിങ്ങൾക്ക് മുന്നിൽ ടീംമേറ്റ്സ് എന്ന് അവതരിപ്പിക്കുന്നത്. സോ അക്ഷര, വലിയ അച്ചീവ്മെൻ്റ് ഒക്കെ നേടി 4 ബാങ്ക് ജോലി എന്ന സ്വപ്നതുല്യമായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയിരിക്കുകയാണ്. സോ എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത് പോലെ, എന്താണ് അക്ഷരയ്ക്ക് ഇപ്പോൾ ഒരു ഫീലിംഗ്? എന്താണ്? ഒരു ഡ്രീം പോലെ, ഡ്രീം കം ട്രൂ ആണ്. എല്ലാം ഒരു ഡ്രീം പോലെ. അതായത് ഓരോ റിസൾട്ട് നോക്കുമ്പോഴും കിട്ടിയെന്ന് പറയുമ്പോഴുള്ള ഭയങ്കര ഒരു സത്യമാണോ അതോ ഒരു ഇത്. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി റിയാലിറ്റിയിലേക്ക് വരുന്നത്. റിസൾട്ട് വന്നിട്ട് ഇത്രയായിട്ടും ഇപ്പം എനിക്ക് ജോലി കിട്ടിയോ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് ഇപ്പോഴാണ് എത്തുന്നത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പലരും ഒരുപാട് ഇപ്പം 1 വർഷം അല്ലെങ്കിൽ അതിന്റെ മേലെ കഷ്ടപ്പെട്ടിരുന്ന്, കാരണം അക്ഷയെ സംബന്ധിച്ച് അക്ഷര ഇപ്പം കാസർഗോഡാണ് സ്ഥലം. അപ്പൊ കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഹോസ്റ്റലിൽ നിൽക്കുന്നു, ആൻഡ് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ടീംമേറ്റ്സിൽ വന്നിരുന്ന് പഠിച്ച് ക്ലാസ് കേട്ട്. സോ അതൊരു സൈഡിൽ നമ്മളെ കംഫർട്ട് സോൺ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സോ അത് ആ റിയാലിറ്റിയിലേക്ക് എത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും നമ്മൾ ഒരു ജോലി കിട്ടി അല്ലേ, ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് സാധിച്ചു. സോ എങ്ങനെയാണ് അക്ഷര ടീമേഴ്സിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലിയിൽ ഒരു ആസ്പിരന്റ് എന്നുള്ള തുടക്കം എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കോഡിങ്ങിലൂടെയുള്ള പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫീൽഡിൽ നന്നായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ അപ്പം തന്നെ വേറൊരു ഓപ്ഷൻസ് നോക്കുമായിരുന്നു. അപ്പോൾ ബെസ്റ്റ് എന്നുള്ളത് ഞാൻ കണ്ടത്, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നത് ബാങ്ക് എക്സാംസ് ആണെന്ന് മനസ്സിലായി. വർഷം നല്ല വേക്കൻസികളും നോട്ടിഫിക്കേഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം അന്വേഷിച്ചു. അപ്പോൾ എന്നോട് ഒരു ചേച്ചി, ആ ചേച്ചി ടീമേറ്റ്സിലല്ല പഠിച്ചത്, ആ ചേച്ചി പറഞ്ഞു കേട്ടിട്ടാണ് എനിക്ക് ടീമേറ്റ്സ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടത്തേക്ക് വന്നു. സോ ബെസ്റ്റ് ഡിസിഷൻ. അവിടെ വന്നോണ്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്. അങ്ങനെയാണ് ടീമേറ്റ്സിലേക്ക് എത്തിയത്. സോ അതിനുശേഷമുള്ളൊരു പ്രിപ്പറേഷൻ മറ്റു കാരണമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ നവംബർ ബാച്ച് ആയിരുന്നു, 2024 നവംബർ ബാച്ച്. ഫസ്റ്റ് 5 മാസം റെഗുലർ ബാച്ച് ആയിരുന്നു, കണ്ടിന്യൂസ് പോയി. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. വീട്ടിലമ്മ ഒറ്റയ്ക്കായിരുന്നു, അച്ഛൻ ഗൾഫിലാണ്, സിബ്ലിങ്സ് ഒക്കെ പുറത്ത് പഠിക്കുക, മാരീഡ് ആണ്. സോ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം അക്ഷര വീടിന്ന് വിട്ടു നിന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ അമ്മ തന്നൊരു സപ്പോർട്ട്, അതൊരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല. കാരണം അമ്മക്കറിയാം ഒറ്റയ്ക്ക് നിൽക്കുന്ന ശരി, എന്താ പറയാ, പേടിയാണ്, എന്നാലും അമ്മ അത് പറയൂല. അത് ആ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് ബാധിക്കണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. ഇപ്പൊ എന്നോട് ഈ വർഷം ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ വർഷവും ഹോസ്റ്റലിൽ പോയിക്കോ പറഞ്ഞു. സോ അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഇപ്പോ ആരും, അച്ഛനായാലും, അച്ഛനിപ്പോ ഭയങ്കര മെന്റൽ സപ്പോർട്ടാണ്. എന്നും വിളിക്കും, കുഴപ്പമൊന്നുമില്ല, ടെൻഷനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പറ്റുന്നത് പോലെ മതി, അങ്ങനെയായിരുന്നു. ഞാൻ എന്നോട് തന്നെ കുറെ പ്രഷർ ചെയ്തിട്ടുണ്ട്. കാരണം കൂട്ടുകാരൊക്കെ ഇപ്പോ ജോലി വാങ്ങി പോകുമ്പോ ഭയങ്കര പ്രഷറായിരുന്നു. അതായത് നമ്മളൊന്നും ആയില്ല എന്നുള്ളൊരു ഇതായിരുന്നു. എന്നാലും കറക്റ്റ് 1 വർഷം കൊണ്ടാണ്, അത് വലിയ അച്ചീവ്മെന്റ് ആണ്. അതും 1 വർഷം കൊണ്ട് 4 റീസെന്റ് വന്ന 4 ജോലികളും അടുപ്പിച്ച് കിട്ടുക എന്ന് പറയുന്നതും ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം മേ ബി 1 വർഷം കിട്ടി അടുത്ത വർഷം അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. ഇതിപ്പോ 4 റോ കൃത്യമായിട്ട് റിസൾട്ട് വന്നു.
അപ്പം നേരത്തെ ടീമേഴ്സിലേക്ക് വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീമേഴ്സ് നവംബറിലാണ് വന്നത്, അതിനുശേഷം റെഗുലർ വന്നു, പിന്നെ അഡ്വാൻസ് ഞാൻ ഒരു മാസം ഇരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് സൂപ്പർ പവറിലേക്ക് എത്തി. പിന്നെ ഫുൾ സൂപ്പർ പവർ ആയിരുന്നു. സാർ ഇന്ന് ഇങ്ങനെ പുറത്താക്കും പറയുമ്പോ പേടിയായിരുന്നു. പഠിക്കും. എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അങ്ങനെ നമുക്കിപ്പോ പഠിച്ച് നമുക്ക് ഒരു ദിവസം ഉറങ്ങാൻ പറ്റൂല. ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഗിൽട്ട് ഫീൽ ആയിരിക്കും കിടക്കുമ്പോൾ. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയത് പഠിച്ചില്ലെങ്കിൽ അപ്പൊ ആ ഒരു സ്റ്റേജ് വരെ എത്തിയിരുന്നു ഞാൻ. അതുകൊണ്ട് പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാ മെറ്റീരിയൽസും ഒക്കെ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ ഫുൾ ക്രെഡിറ്റും ഞാൻ ടീമേറ്റ്സിനെ കൊടുക്കും. അവരുടെ സപ്പോർട്ടും മെറ്റീരിയൽസ് മാത്രമല്ല, ഭയങ്കര മെന്റൽ സപ്പോർട്ടും കൂടിയാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര. ഇപ്പം അക്ഷര മുമ്പ് റിസൾട്ട് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ടീംമേറ്റ്സ് പ്രൊഡക്റ്റ് ആണ് ഞാൻ എന്നുള്ള സംഭവം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഗ്രാജുവേറ്റ് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയവര്, പിന്നെ കുറേ എന്താ പറയാ 4-5 വർഷം മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടും കിട്ടാണ്ട് ടീമേറ്റ്സിൽ വന്നപ്പോൾ കിട്ടിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നു, ഫുൾ ഇവിടെ നിന്ന് തന്നെ നല്ലൊരു ജോലി വാങ്ങി പോകുന്നു ആലോചിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേറൊരു മെറ്റീരിയൽ ആപ്പ് പർച്ചേസ് ചെയ്യും ഒന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് 100% പറയാം. 100%. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനൊരു മൊമെന്റില് ഇപ്പം അക്ഷരയ്ക്ക് ഒരുപാട് ഇപ്പം 4 ജോലി കിട്ടിയില്ലേ? ഇപ്പം ഏതൊക്കെയാ? IBPS PO, RRB PO, IBPS ക്ലർക്ക്, SBA ക്ലർക്ക്. ഇപ്പൊ ഇതിൽ ഏതാ പ്രിഫർ ചെയ്യുന്നത്? എനിക്ക് IBPS PO പഞ്ചാബ് ആൻഡ് സിന്ധ് ആണ്. RRB PO കേരള ഗ്രാമീൺ ബാങ്ക് തന്നെയാണ് ഇപ്പൊ. ആയതുകൊണ്ട് കുറച്ചുകൂടെ അപ്പം അവിടെ അക്ഷരന്റെ വീടിന്റെ അടുത്ത് പ്ലേസ്മെന്റ് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് RRB PO ആയതുകൊണ്ട് അല്ലേ? സ്വന്തം ഇപ്പൊ കേരളത്തിൽ നിൽക്കാൻ പറ്റും. അതെ. പഞ്ചാബ് ആൻഡ് സിന്ധ് 6 ബ്രാഞ്ചസ് കേരളത്തിലുള്ളൂ, പിന്നെ ഫുള്ള് പുറത്താ. ഭയങ്കര റിസ്ക് ആണ്. പിന്നെ എല്ലാരും പറയുന്നു പെൺകുട്ടി ആയതുകൊണ്ട് വീട്ടുകാർക്ക് ഒരു പേടി. ഇപ്പൊ അത്രയും കാലം അമ്മ ഒറ്റയ്ക്ക് ജോലി കിട്ടുന്ന സഫർ ചെയ്തില്ലേ? അപ്പൊ തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. അപ്പം ടീമേഴ്സിനെ സംബന്ധിച്ച് ടീമേഴ്സ് ഒരുപാട് റിസൾട്ടുകൾ ഇപ്പം ബാങ്കിൽ ഒരുപാട് റിസൾട്ടുകളായി. ഇപ്പൊ ലാസ്റ്റ് വന്നതാണ് IBPS ക്ലർക്ക്, അതിലും ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ 4ാമതാണ് ഇങ്ങനെ റിസൾട്ടിന്റെ പേരിൽ നമ്മൾ കാണുന്നത്. 4 വട്ടം ലഡു കൊണ്ട് തന്നിട്ട് സ്വീറ്റ് കൊണ്ട് തന്നിട്ട് ഓഫീസിലേക്ക്. ഓക്കെ. അപ്പൊ ഇനിയും കഴിയട്ടെ, കാരണം ഇതുകൊണ്ട് നിൽക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഈ ഒരു മൊമെന്റിൽ ഇപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരെ ഓർക്കാനുണ്ടാവും. ഇപ്പം അക്ഷരൻ്റെ ഒരു ആസ്പിരന്റ് ജേണിയിൽ, ഒരു ബാങ്ക് എക്സാം ജേണിയിൽ അക്ഷരനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ചെയ്തൊരു പേഴ്സൺ ആരാണ്? ഞാൻ പറയും ടീമേറ്റ്സിൽ ഷാജി സാർ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അവരിടുന്ന എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇടുന്ന എഫേർട്ട് ഒന്നുമല്ല. അവര് അത്രയും നമുക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെടുന്ന ഞാൻ അവർ പറയുമ്പോഴും അവർ ചെയ്യുന്നതും കുറെ കണ്ടിട്ട് നമ്മുടെ മെറ്റീരിയൽസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ശരിക്കുള്ള എക്സാമിനേക്കാളും ടഫ് ആയിരിക്കും നമ്മളെ മെറ്റീരിയൽസ്. അത് വെച്ച് ചെയ്ത് നോക്കിയിട്ട് ശരിക്കും എക്സാം ചെയ്യുമ്പോൾ അതൊന്നും അല്ലാത്ത ഫീൽ ചെയ്യും. എനിക്കിപ്പോ എല്ലാത്തിനും നല്ല മാർക്സ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോ ഷാജി സാർ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം ആ പെർഫെക്ഷൻ. സാറിന്റെ ക്ലാസ് ഭയങ്കര അടിപൊളിയാണ്. എല്ലാരും അനൂപ് സാർ ആയാലും അജിത് സാർ ആയാലും ഭയങ്കര സപ്പോർട്ടിങ്. അപ്പൊ അത് ഇപ്പം അജിസാറെ സംബന്ധിച്ച് അജിസാറ് ഇന്റർവ്യൂവിന്റെ ട്രെയിനിങ്ങും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതും പിന്നെ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ അതൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് അച്ചീവേഴ്സിന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയിട്ടൊരു പേഴ്സണാലിറ്റി ആണ് അജിത് സാറും ഷാജി സാറും അനൂപ് സാറും എല്ലാവരും, ജയദീപ് സാറും ഒക്കെ. സാറിന്റെ സംസാരം ഭയങ്കര എന്താ പറയാ ഭയങ്കര ക്ലാരിറ്റിയാണ്. ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ സംസാരിക്കുന്ന പോലെ ഞാൻ ഭയങ്കര സ്പീഡി ടോക്കർ ആയിരുന്നു, പക്ഷെ ഇത് പേസ് കുറച്ച് കൊണ്ട് വന്നതാണ്. പക്ഷെ ഭയങ്കര എന്താ പറയാ നമുക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവും സാർ പറഞ്ഞു. താങ്ക് യു. സോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ഒരു ജോലി കിട്ടി, ഇനിയിപ്പോൾ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ്? അപ്പം അക്ഷരയുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്? ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇതുവരെ ഞാൻ ശരിക്കും റിസൾട്ട് ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ രണ്ടാമതും ചിലപ്പോ ഇരിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇപ്പോഴാണ് പേടി വരുന്നത്. ഇപ്പോഴാണ് ബാങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇനി എങ്ങനെ എന്തായിരിക്കും? ഇത്ര നാളൊരു വിദ്യാർത്ഥിയായിരുന്നു, ഒരു ലേണിംഗ് സ്റ്റേജ് ആയിരുന്നു, ഒരു ജോലിയിലേക്ക് ആക്ച്വലി ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. അപ്പോ നല്ല പേടിയുണ്ട്, പക്ഷെ
എന്താ പറയാ, ഇപ്പോ അടുത്തന്നെ കിട്ടിയാൽ വീട്ടുകാരുടെ സപ്പോർട്ട് ഒന്നിച്ചുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ. നിർത്തുന്നില്ല, ഞാനും ഇനിയും എക്സാംസ് എഴുതണം എന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി എഴുതണം. അതൊരു കുറെ പൊന്തൂരൂടെ ഇരിക്കട്ടെ കിട്ടത്തില്. ഇപ്പൊ എന്നെ കാണുന്നവരും അതാ പറയുന്നത്, നിർത്തരുത്, ഇനിയും പോവണം. സത്യം, കാരണം ഈ ഒരു ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ ഇനിയും കിട്ടാൻ ചാൻസസ് ഉണ്ട്. കിട്ടട്ടെ. ഓക്കെ. ആൻഡ് അടുത്ത് നമുക്കിപ്പം പ്രിപ്പറേഷൻ മറ്റു കാര്യം സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞു. ഏതെങ്കിലും ഒരു ടോപ്പ് സബ്ജക്റ്റിൽ കുടുങ്ങി പോയിട്ടുണ്ടോ? ഇപ്പം ഇതിൽ ബാങ്ക് എക്സാമിൽ സിലബസിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ എനിക്ക് ഈ സബ്ജക്റ്റ് കുറച്ച് പാടായിരുന്നു എന്ന് പറയുന്ന സബ്ജക്ട് ഏതെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷ് എനിക്ക് നല്ല നെഗറ്റീവ് വരാറുണ്ട് ഇടയ്ക്ക്. ഞാനിപ്പോ എല്ലാം നോക്കുമ്പോൾ എല്ലാം എനിക്ക് കുറച്ച് പ്രശ്നമാണ്. കാരണം ഇപ്പോൾ റീസണിങ് എടുക്കുമ്പോൾ പസിലടക്കം സ്റ്റക്ക് ആവുക. നമുക്ക് QAയിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും തോന്നും, പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ അത് വരുന്നുണ്ടാവില്ല, ആൻസർ കിട്ടൂല. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നോ, എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓർമ്മയിലുണ്ടോ അതനുസരിച്ചിട്ടാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ് എനിക്ക്. എല്ലാവരും തന്നെയാണ്. പിന്നെ ഫാമിലി ഇപ്പം അച്ഛൻ അമ്മ രണ്ട്, ഒരു ചേച്ചിയും ഒരു അനിയത്തിയും. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ചേച്ചി ഇപ്പോ മാരീഡ് ആണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലാണ്. അപ്പൊ അവരിപ്പോ പൂനെ ജൽഗാവിലാണ്. അനിയത്തി ബിടെക് സിവിൽ സെക്കൻഡ് ഇയർ. അവള് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാ, അവിടെ ഹോസ്റ്റലിലാണ്. അച്ഛൻ ഗൾഫിലാണ്. സോ ഇനിയിപ്പോ നമുക്കിപ്പം അക്ഷരന്റെ വലിയൊരു അച്ചീവ്മെന്റ്, സത്യം പറഞ്ഞാല് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഒരാഗ്രഹം ഉണ്ടാവും, ഇപ്പൊ എന്താണ് സംഭവം, എങ്ങനെ ഒരു വർഷം കൊണ്ടൊക്കെ ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. മേ ബി ചില ആൾക്കാർക്കൊക്കെ ഇപ്പം അക്ഷയെ സംബന്ധിച്ച് അക്ഷരക്ക് ഇപ്പം ഇത്ര റിസൾട്ട് ഒരു ഷോർട്ട് സ്പാനിൽ കിട്ടി. പക്ഷെ ഇതിനു മുമ്പിൽ ഒരു വർഷം കഴിഞ്ഞു, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞു, ചിലപ്പോൾ മേ ബി 3 വർഷമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ചിലപ്പോൾ മേ ബി ഇന്റർവ്യൂലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ അക്ഷരയുടെ വാക്കുകളൊരു ഇൻസ്പിറേഷൻ കൂടി ആവണം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്. അപ്പം എന്ത് ഇൻസ്പിറേഷൻ ആണ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അക്ഷരയ്ക്ക് കൊടുക്കാൻ കഴിയുക? ഞാൻ പറയും, നമ്മളെ 100% അതിലേക്ക് ഇട്ടാൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു കാലമാണ് ഇപ്പം. നമുക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കണം നിങ്ങളിത്. മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ ചെന്ന് വീഴാതെ നിങ്ങൾ ആ ഒരു ഫോക്കസിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ അതിനൊരു എക്സാമ്പിളാണ്. ഞാനെനിക്കിപ്പോൾ കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നിലും പോയിട്ടില്ല. ഞാൻ എന്താ പറയാ, ഒരു ട്രിപ്പോ അല്ലെങ്കിൽ കല്യാണോ ഒരു തെയ്യോ ഒന്നിനും പോയിട്ടില്ല. സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്രദറിന്റെ തന്നെ കല്യാണം, കസിൻ ബ്രദറിന്റെ കല്യാണത്തിന് വരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സാക്രിഫൈസ് ചെയ്യാൻ ഒരുപാടുണ്ടോ. പക്ഷെ നിങ്ങളെ ഫോക്കസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിപ്പം കസിൻ ബ്രദറിന്റെ കല്യാണങ്ങൾ മിസ്സായി എന്ന് പറയുന്നു. അധികം ആൾക്കാരും മടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്നുള്ള സംഭവം. മേ ബി ഇൻക്ലൂഡിങ് ഞാനടക്കം മേ ബി അതിനൊരു മടി ഉണ്ടാവും. കാരണം നമ്മളൊരു ഫ്ലോയിൽ അങ്ങനെ പോകുന്ന സമയത്ത് അതെന്തിനാ ബ്രേക്ക് ചെയ്യുന്നത്, അങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ അത് ബ്രേക്ക് ചെയ്തതിന് കിട്ടുന്ന റിസൾട്ടുകൾ എന്ന് പറഞ്ഞാല് മേ ബി സംതിങ് ബിഗർ ആയിരിക്കും അല്ലേ? അപ്പൊ എന്റെ എക്സാമ്പിൾ ആണ് അക്ഷര എന്ന് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തു, ഇനി മുന്നോട്ട് പോകണം. ഈ ഒരു സഫർ ചെയ്തിട്ട് ആരുടെങ്കിലും ഒരു ക്ഷമാപണം നടത്തണമെന്നുണ്ടോ? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ മിസ്സാക്കി, ഐ മീൻ ഒരാൾ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു, ഇങ്ങനെ ആരുടെങ്കിലും എന്തെങ്കിലും ഒരു സോറി പറയാറുണ്ടോ? ഞാൻ എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനോട് തന്നെ ഞാൻ പറയും, ഞാൻ കുറേ പ്രോഗ്രാംസിലൊന്നും പോയിട്ടില്ല. അപ്പൊ അപ്പോഴും ഒരു ഇതായിരുന്നു, ബാങ്ക് കോച്ചിങ് പോകുന്നതല്ലാണ്ട് റിസൾട്ട് കിട്ടും നമുക്ക് അപ്പോഴും അറിയില്ല. ഇവളിങ്ങനെ പോകുന്നുണ്ട്, ഇത്ര വർഷമാണെങ്കിൽ എടുക്കാം. അവരോടൊക്കെ കാരണം അവര് കുറ്റപ്പെടുത്തിയിട്ടില്ല. ആരും അങ്ങനെ ഇല്ല അങ്ങനെ ആരും ഇല്ല, പ്രശ്നമൊന്നുമില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, സോ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണം, എല്ലാവരും ആഗ്രഹിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട ഒരു കാര്യമോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളോ ഉണ്ടോ? കുറെ ഉണ്ട്. പറഞ്ഞോ, എല്ലാം പറഞ്ഞോ. ഫസ്റ്റ് ഞാൻ പറയും, എന്റെ പാരന്റ്സിനെ വീട്ടിലിരുത്തണം. അതിപ്പോ അച്ഛൻ കുറെ വർഷമായി ദുബായില് വർക്ക് ചെയ്യുന്നു, ഏകദേശം 40 വർഷം ആവാറായി. പണ്ടേ പോയതാ. അപ്പൊ അച്ഛനെ വീട്ടിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് സെറ്റിലാക്കണം.
അമ്മയും ഒരു ഷോപ്പുണ്ട്, അപ്പൊ അവിടെ പോവാ അമ്മ. അപ്പോൾ അവർ രണ്ടാളും ഒന്ന് റെസ്റ്റ് ആക്കണം ഫസ്റ്റ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. പിന്നെ എനിക്ക് കുറെ സ്ഥലത്ത് പോകണം. ഞാൻ എനിക്കിത് പറയാൻ പറ്റുമറിയില്ല. വാരണാസി പോണെന്നെന്തോ. വാരണാസി പോണോ? നടക്കാത്തത് ഇനിയിപ്പം റിലാക്സ്ഡ് ആണ്, വേറെ ടെൻഷൻസ് ഇല്ല. ഇനിയിപ്പം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടി, പതുക്കെ 1 മാസം കുറച്ച് ലീവൊക്കെ എടുത്ത് ഇനി ഫുൾ അടിച്ചുപൊളിയല്ലേ. ജോലി കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേറെ ഒന്നും കേട്ടോ, ജോലി കിട്ടുന്നവരെ ജോലി കിട്ടിയില്ലല്ലോ എന്ന് ടെൻഷൻ ഉണ്ടാവും. ജോലി കിട്ടി കഴിഞ്ഞാൽ ടെൻഷൻസ് വേറെ ഉണ്ടാവും. ടെൻഷൻസ് നമ്മൾ ജീവിതത്തിൽ ഒഴിവായി പോകത്തില്ല. പക്ഷെ സ്റ്റിൽ ഇപ്പം എന്നോട് മുമ്പ് പറഞ്ഞതുപോലെ ജോലി എങ്ങനെ ഉണ്ടാ, ജോലി കുഴപ്പമൊന്നുമില്ല, പണിയൊക്കെ ഉണ്ട്, പിന്നെ പണിയുണ്ട്, ശമ്പളം തരുന്നുണ്ടല്ലോ. അപ്പൊ എന്നോട് അവൻ പറഞ്ഞു ജോലിയൊക്കെ കുറച്ച് പിന്നെ എന്താ പറയാ വർക്ക് ടൈം ഒക്കെ ഉണ്ട്, ജോലിയൊക്കെ എടുക്കണം, പക്ഷെ മാസം സാലറി കിട്ടുമ്പോ ആ ടെൻഷൻസും കൺസേൺസും ഒക്കെ എല്ലാം പോകും. പിന്നെ അത് കിട്ടി അടിച്ചു പൊളിച്ച്. പിന്നെ വേറെന്താ ബക്കറ്റ് ലിസ്റ്റില് ജോലി കിട്ടി കഴിഞ്ഞാല്? അങ്ങനെയില്ല, കൊറേ പാരന്റ്സിനെ എല്ലാവരുടെയും കൊണ്ടുപോകണം ആഗ്രഹമുണ്ട്. ഈ പോണ സ്ഥലത്തൊക്കെ പാരന്റ്സിനെ. പിന്നെ കൊറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫുഡിയാണോ? ഓ ഫുഡിന് ബില്ല് നോക്കാണ്ട് ഫുഡ് കഴിക്കണം. ബില്ല് നോക്കാണ്ട് ഫുഡ് കഴിക്കണം. സത്യം പറഞ്ഞത് വലിയൊരു ആഗ്രഹം. കാരണം നമ്മള് ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മള് നോർമലി മെനു നോക്കിയിട്ട് ഇതിന്റെ റേറ്റ്, അക്കൗണ്ടിന്റെ ബാലൻസ്, ഇതൊക്കെ ഇത് നോക്കാണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇഷ്ടമുള്ള സാധനം, അത് ഏതൊരു ഫുഡിന്റെ ആഗ്രഹമാണ്. ജോലി കിട്ടി കഴിഞ്ഞാൽ അതെന്താ ഞാൻ സപ്പോർട്ട് ചെയ്യും. ബില്ല് നോക്കാണ്ട് സാധനം കഴിക്കാം. പിന്നെന്താ ഉള്ളത്? യാത്ര പറഞ്ഞു, ഫുഡ് പറഞ്ഞു, പിന്നെ ഒരു കാർ വാങ്ങണം. എല്ലാവർക്കും ഉള്ള സാധാരണ ഫ്യൂച്ചറൊക്കെ സെറ്റ് ആക്കണം, കല്യാണം കഴിക്കണം. ആയിക്കോട്ടെ, എല്ലാം നടക്കും, എല്ലാം നടക്കട്ടെ. ഓക്കെ, അക്ഷര ഒരു ഇൻട്രോട്ടാണോ? കുറച്ചെന്നല്ല, ഞാൻ എന്റെ സർക്കിളിൽ അല്ലാണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല, കുറവാണ്. ഓക്കെ, സോ ആദ്യ ശമ്പളം എന്താണ് ആഗ്രഹം? ഫസ്റ്റ് സാലറി എല്ലാരും പോലെ പാരന്റ്സിന് കൊടുക്കണം. നേർച്ചയുണ്ടോ? നേർച്ചയൊന്നുമില്ല. എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാന്നുള്ള ഇല്ലില്ല. ഫസ്റ്റ് സാലറി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കാം, ഇതാച്ചാ അതാ അമ്മ എന്റെ ഫസ്റ്റ് സാലറി. അതൊരു മൂമെന്റ് അല്ലേ ശരിക്കും? റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ തന്നെ അവർ ഏകദേശം സത്യം പറഞ്ഞ പാരന്റ്സ് അത് ആഗ്രഹിക്കുന്നില്ല. അപ്പം അവർക്കത് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ ഡബിൾ ജോയ് ആവും. ഓക്കെ, ഇപ്പം ടീമേഴ്സ് അക്കാദമി ഒരു അവാർഡ് ഏർപ്പെടുത്താന്ന് വെച്ചു. അപ്പം അതിൽ ഏത് അവാർഡ് വാങ്ങാനാണ് അക്ഷര അർഹയായത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബെസ്റ്റ് ഇൻട്രോട്ട് അവാർഡ്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഡൗട്ട് ചോദിക്കുന്ന കുട്ടികളുടെ അവാർഡ്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ അവാർഡ്, ഏതാ വാങ്ങുക? എനിക്കൊന്നും ക്ലാസ്സിന് വരുന്നുള്ള ഡെയിലി അറ്റൻഡൻസിന്റെ അവാർഡ് ചിലപ്പോൾ കിട്ടാൻ എല്ലാ ദിവസവും വരാറുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ക്ലാസ് മിസ് കുറവാണ് ഉണ്ട്, എന്നാലും വീട്ടിലൊക്കെ പോകുമ്പോ 2-3 ദിവസം ലീവ് ആവും. എങ്കിലും അതിന്റെ റെക്കോർഡറോ ഉണ്ടെങ്കിൽ പിന്നെ കേൾക്കുകയും ചെയ്യാറ്. അപ്പൊ മാക്സിമം ഒരു എണ്ണാവുന്ന ലീവുകളെ കരിയറിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഫുൾ അറ്റൻഡൻസ് വാങ്ങിയ ആളെന്നുള്ള അവാർഡ്, ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് വാങ്ങിയ അവാർഡ്. ഓക്കെ, ഫൈൻ. കാസർഗോഡ് പോലത്തെ ഒരു ജില്ലയാണ്, എസ്പെഷ്യലി ഇപ്പം ഒരു നോർത്തേൺ പാർട്ടാണ് കേരളത്തിലെ. ഒരുപാട് കുട്ടികൾ കാസർഗോഡ് നിന്ന് നമ്മുടെ ടീമേഴ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കോച്ചിങ് സെന്ററിന്റെ ഒരു അഭാവമൊക്കെ സത്യം പറഞ്ഞാൽ ജില്ലകളിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കോഴിക്കോട് വന്ന് ഇരുന്ന് പഠിച്ചൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാസർഗോഡ് നിന്ന് ഒരു കൾച്ചറൽ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ. കാസർഗോഡിനെക്കാളും എന്താ പറയാ കുറെ കാണാനുണ്ട് കോഴിക്കോട്. പിന്നെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലോണം കുറവാണ്. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി, വീട്ടിലിരുന്നാൽ ശരിയാവില്ല മനസ്സിലായതുകൊണ്ട് ഇപ്പൊ കോഴിക്കോടാണ് എനിക്ക് അടുത്തും ബെസ്റ്റ്. ഇപ്പൊ ടീമേറ്റ്സ് കിട്ടിയോണ്ട് ഏറ്റവും നല്ല ഓപ്ഷൻ അത് തന്നെയാണ്. പിന്നെ പറയാനാണെങ്കിൽ കോഴിക്കോട് ഞാൻ വന്നപ്പോ പറഞ്ഞത് ഫുഡിന്റെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയാൻ ഇതുവരെ അങ്ങനെ ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പഠിക്കാനുള്ള ടെൻഷനുണ്ട്. ഇനിയെല്ലാം ചെയ്യാം. എവിടെ പോകാൻ കൂടുതൽ ആഗ്രഹം? കോഴിക്കോട് സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എവിടെയാ? കൊറേ ഉണ്ട്. ഞാനിങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ബിരിയാണി. ഞാൻ നോമ്പ് പോയിട്ടുണ്ട്, എന്നോട് പറയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അക്ഷരം ഷെയർ ചെയ്തു. അവസാനമായിട്ട് ഒരു ചെറിയൊരു ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആസ്പിരൻസിന് കൊടുക്കാൻ എന്തെങ്കിലും ഷോർട്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റും?
ഷോർട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നെവർ ഗിവ് അപ്പ്. അതായത് നിങ്ങളിപ്പോൾ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജോലി എന്തായാലും കിട്ടും. അതിന് എപ്പം എങ്ങനെയാ എന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് കഥകൾ കിട്ടുന്നുണ്ട്. അതായത് ഏറ്റവും ലാസ്റ്റ് ഏജ് ഓവർ ആവുന്ന ടൈമിൽ കയറിപ്പോകുന്ന കുറേ കഥകൾ ഞാൻ ടീമേറ്റ്സിൽ നിന്ന് കേട്ടിട്ടുണ്ട്. സോ ഒരിക്കലും മതിയാക്കി പോവരുത്. നിങ്ങൾ ഇതിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ തുടരുക, നിങ്ങൾക്ക് എന്തായാലും കിട്ടും, എൻ്റെ ഗ്യാരണ്ടി. അപ്പോൾ വളരെ രസകരമായ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു അക്ഷരയായിട്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വപ്നതുല്യമായൊരു അച്ചീവ്മെൻറ്റ് 4 ബാങ്ക് റിസൾട്ടുകൾ നേടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്വപ്നത്തിനെ അത്രയും ഡിറ്റർമിനേഷനോട് വന്നു. ആ ഡിറ്റർമിനേഷനെ 4 റിസൾട്ടാക്കി മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. സോ അക്ഷരെ പോലെ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോലി അതിന് മേലെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ടീമേറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക്സ് അലോട്ട്. താങ്ക് യു അക്ഷര. താങ്ക് യു.